എല്ലാവർക്കും നമസ്കാരം. ഗുഡ് വിഭാഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പോർക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷ ദിന ആശംസകൾ നേരുന്നതുകൊണ്ട് നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുതുവർഷം നല്ലതാവട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലൂടെ 2 വറ്റൽമുളകും 2 പീസ് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ പകുതി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലൂടെ 2 കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലേശം ഉപ്പോടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പന്നി വേവിച്ച, അതായത് പോർക്ക് വേവിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ പോർക്ക് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വരട്ടി ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് പോർക്ക് ഫ്രൈ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളൊന്ന് തയ്യാറാക്കിയ പോർക്ക് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ വീടുകളിൽ പോയി തയ്യാറാക്കുക. അടുത്ത എപ്പിസോഡിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണാം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ.